Meet the editors. അതിരുവിട്ട പോസ്റ്റോ എന്നാണ് ചോദ്യം. ബാലകൃഷ്ണൻ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചൊരു പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി അവർ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു ധാരണ. അത് തന്നെയാണ് സർവീസ് ചട്ടങ്ങളിലും പറയുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണകരമാകുന്ന തരത്തിൽ അവരവരുടെ സർവീസ് ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പൊളിറ്റിക്കലായിട്ട് അവർ അറിയപ്പെടരുത് എന്നുള്ളതാണ്. കെ രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്ന ദിവസമാണ് ദിവ്യേഷ് നായരുടെ പോസ്റ്റ് വരുന്നത്. പക്ഷേ ആ പോസ്റ്റ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലാണ് കെ രാഗേഷിനെ സ്തുതിച്ചിരിക്കുന്നത്, കർണനോട് ഉപമിച്ചിരിക്കുന്നത്. അതിരുവിട്ട പോസ്റ്റാണ്. അതിരുവിട്ട പോസ്റ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൻ്റെ കാരണം ഞാനിതിനെ വളരെ പ്രൊഫഷണലായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ഒരു ബ്യൂറോക്രാറ്റിക് ന്യൂട്രാലിറ്റി എന്നൊക്കെ പറയുന്നത് സിവിൽ സർവീസിന് ആവശ്യം വേണ്ട സവിശേഷതയായിട്ടും അതിൻ്റെ ഒരു ധാർമ്മികതയായിട്ടും നമ്മളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാതിരിക്കുക, ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, അവർക്ക് ഒരു ഉദ്യോഗസ്ഥരായിരിക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിയില്ല. അത് സിവിൽ സർവീസിൽ നിന്ന് വേണ്ട ഏത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? പല രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കും, നമ്മുടെ രാജ്യത്ത് ഭരിക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ഒരു ഉദ്യോഗസ്ഥന് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പല സ്വാധീനങ്ങളിൽ അയാൾ പെടും. അങ്ങനെ സ്വാധീനങ്ങളിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളൊരു നിലപാടാണ് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി സൂക്ഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഏത് പൊസിഷനിലിരിക്കുന്നവർക്കുമേ ആ പൊസിഷൻ്റെ ഒരുപാട് സാധ്യതകളുണ്ടാകും, അതുപോലെ തന്നെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് എന്നും വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ ഈ മാധ്യമ പ്രവർത്തകനായിരിക്കുന്ന സമയത്ത് എൻ്റെ കഴിഞ്ഞ 10-30 വർഷത്തെ മാധ്യമ പ്രവർത്തന ജീവിതത്തിനകത്ത് എനിക്ക് ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് ബന്ധമുണ്ടായിട്ടുണ്ട്. അവരിൽ പലരും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള നേതാക്കളുണ്ട്, എനിക്കിഷ്ടമില്ലാത്ത നേതാക്കളുമുണ്ട്. ഇതൊക്കെ എല്ലാവരുടെയും അനുഭവങ്ങളാണ്. ഞാനത് എടുത്തു പറയാൻ കാരണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെയോ കുറിച്ച് എന്താ പറയുക പ്രശംസിക്കുകയോ അല്ലെങ്കിൽ ഇകഴ്ത്തി പറയുകയോ ഒക്കെ ചെയ്യുന്നതിന് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഞാൻ നടത്തുന്ന മാധ്യമ പ്രവർത്തനത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ വീക്ഷിക്കുന്ന ആളുകൾക്ക് എന്നെക്കുറിച്ചൊരു ബയാസ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഞാൻ എൻ്റെ ഒരു പ്രൊഫഷണൽ എത്തിക്സായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ഞാൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുവാചകന് അല്ലെങ്കിൽ പ്രേക്ഷകന് എന്നെക്കുറിച്ചൊരു സംശയമുണ്ടാകാം. അനാവശ്യമായി അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് ഒരു പ്രൊഫഷണൽ എത്തിക്സാണ്. ഇവിടെ ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഞാൻ തന്നെ കേരളത്തിൽ ഈ IAS ഉദ്യോഗസ്ഥരായിട്ടുള്ള എത്രയോ മികച്ച എഴുത്തുകാരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന് പറയുന്ന വലിയ എഴുത്തുകാരനുണ്ടായിരുന്ന ഒരു സംസ്ഥാനമല്ലേ ഇത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രിഗേഡിയർ കഥകൾ വായിക്കാത്ത വളരെ കുറച്ച് മലയാളികളെ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ യന്ത്രം പോലൊരു നോവൽ എത്ര കോപ്പികളാണ് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. എന്താ മലയാറ്റൂർ രാമകൃഷ്ണന് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളില്ലാതിരുന്ന ഒരാളാണോ? അദ്ദേഹത്തിൻ്റെ സർവീസിലിരിക്കുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു മന്ത്രിയെക്കുറിച്ച്, അദ്ദേഹമാണെങ്കിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകളുമായിട്ടാണ് ഒരർത്ഥത്തിൽ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം കമ്മ്യൂണിസത്തെ വിമർശിക്കുകയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയൊക്കെ വിമർശിക്കുകയും ചെയ്തുകൊണ്ടാണ് പിൽക്കാലത്ത് എഴുതിയിട്ടുള്ളത്. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണല്ലോ ഡി ബാബു പോൾ സാറ്. ഡി ബാബു പോൾ സാറിനെ പോലെ ഇത്രയും മനോഹരമായ നർമ്മത്തിൽ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന വളരെ കുറച്ച് എഴുത്തുകാരെ നമുക്കുള്ളൂ. പക്ഷേ ബാബു പോൾ സാറ് പിൽക്കാലത്താണ് എങ്ങനെയാണ് കെ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ ഭരണരീതി എന്തായിരുന്നു, എങ്ങനെയാണ് EK നായനാർ, അദ്ദേഹത്തിൻ്റെ ഭരണരീതി എന്തായിരുന്നു, ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു ഒക്കെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സർവീസ് കാലഘട്ടത്തിൽ അദ്ദേഹം ഈ മുഖ്യമന്ത്രി ഗംഭീരമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിലില്ല. ഇപ്പം തന്നെ അടുത്ത കാലത്ത് ചീഫ് സെക്രട്ടറി ആയിട്ട് വിരമിച്ചിട്ടുള്ള ജയകുമാർ സാർ അല്ലേ, അദ്ദേഹത്തിന് ഈ അടുത്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയത്. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പല സിനിമാ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം. ഒരു എഴുത്തുകാരനല്ലേ, ആ എഴുത്തുകാരൻ എന്നുള്ളൊരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ പറയാമല്ലോ. അദ്ദേഹം അപ്പോഴും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഈ സമയവും അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. അപ്പം ഞാൻ പറയുന്നത് ഇവരൊക്കെ കാണിച്ചിട്ടുള്ളൊരു മാതൃക എന്ന് പറഞ്ഞാൽ ഞാൻ ചില ആളുകളെ എഴുത്തുകാർ എന്നുള്ള നിലയ്ക്ക് എടുക്കുകയാണ് ചെയ്തത്. എഴുത്തുകാർ എന്നൊരു അസ്തിത്വമുണ്ട്, ആ എഴുത്തുകാരന് അതിൻ്റെതായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പം കോൺഗ്രസ്സുകാർ ശശി തരൂരിൻ്റെ കാര്യത്തിൽ പറയുന്നത് എന്താണ്, ശശി തരൂർ അവകാശപ്പെടുന്നത് എന്താണ്, ഞാനൊരു എഴുത്തുകാരൻ കൂടിയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഞാൻ പറയും എന്ന് പറയുന്നത് പോലെ ഇവരൊക്കെ എഴുത്തുകാരായിരുന്നു, പക്ഷേ ഉദ്യോഗസ്ഥരാണ്. ആ അർത്ഥത്തിൽ ഇവർക്കൊക്കെ ചില അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനകത്ത് പരിമിതികളും ഉണ്ടായിരുന്നിട്ടുണ്ട്. അത് ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്നൊരു പരിമിതിയല്ല, മറിച്ച് താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ബയാസ്ഡ് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരവാദിത്വം. നിങ്ങൾ ഒരു അധികാരത്തിലിരിക്കുന്നയാളെ പുകഴ്ത്തി പറയുമ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. അധികാരത്തിലിരിക്കുന്ന ആളെ വിമർശിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് സമൂഹം കാണുന്നത്. ഒരു അധികാരിയെ നിങ്ങൾ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംശയത്തിന് നിഴലാകും. അധികാരിയെ പുകഴ്ത്തി പറയാനൊന്നും നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല. അധികാരിയോട് വിമർശനമുണ്ടെങ്കിൽ പറയൂ. മാത്രമല്ല ഈ പറയുന്ന അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെക്കുറിച്ച് മാത്രം എന്താണ്, അങ്ങനെയാണെങ്കിൽ ഒരാൾ പുകഴ്ത്തി പറയാനൊക്കെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അട്ടപ്പാടിയിലും അത് മരിച്ചല്ലോ, ഒരു നിലപാടെടുക്കാമല്ലോ.
എടുക്കണ്ടേ? അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഞാൻ പറയുന്നത് ഒരു സോഷ്യലി നിലപാടെടുത്തു പോകുന്ന ഒരാളാണെങ്കിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടെന്നേ. ഇപ്പം എത്ര പെൺകുട്ടികളാണ് കേരളത്തിൽ അടുത്ത കാലത്ത് സ്ത്രീധനം കൊലപാതകങ്ങൾ നേരിട്ടത് അല്ലേ? പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു വരെ കൊന്ന സംഭവങ്ങളുണ്ട് അല്ലേ? ദുരഭിമാന കൊല നടക്കുന്നുണ്ട് അല്ലേ? ഇഫ് യു ആർ എന്താ പറയുക ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സണാലിറ്റി ആണ് എങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാനും ഒരു കുഴപ്പമില്ല. അങ്ങനെ തുടർച്ചയായ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ എൻ്റെ ഒരു അനുഭവം ഇതാണ് ഇയാളുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു വായനയിൽ വരും. ഈ കുറച്ച് നാൾക്ക് മുമ്പ് പിന്നെ ഈ ദിവ്യായ സായർ വലിയൊരു വിമർശനത്തിലൂടെ വിധേയമായിരുന്നു സമൂഹ മാധ്യമങ്ങൾ. എന്തായിരുന്നു അറിയാമോ? അമിത്ഷാടൊക്കെ എന്ന അവാർഡ് വാങ്ങിച്ചായിരുന്നു കളക്ടർ, മികച്ച കളക്ടർ എന്നുള്ള നിലയ്ക്ക്. എന്തിനായിരുന്നു അവാർഡ് കൊടുത്തത്? ശബരിമലയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു എന്നുള്ള നിലയ്ക്കാണ് അവാർഡ് കൊടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് വേറൊരു തരം സൈബർ ബുള്ളിങ് അവർ നേരിട്ടിരുന്നല്ലോ. അപ്പോൾ ഈ പറയുന്ന പിന്നെ ഞാനതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പം ഒരു സ്ത്രീ ആയിരിക്കുന്നത് കൊണ്ട് അവർക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളൊന്നും പിന്തുണയ്ക്കുന്ന ആളല്ല ഞാൻ. മറുവശത്ത് ഇപ്പോൾ ഇന്നിപ്പോൾ വേറൊരു സംഭവം നടക്കുന്നുണ്ടല്ലോ, പ്രശാന്തിൻ്റെ ഒരു ഹിയറിംഗ്. ആ ഹിയറിംഗ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞത്, ശാരദാ മുരളീധരനല്ലേ അപ്പുറത്ത് പിന്നെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്നത്, അതും സ്ത്രീയാണല്ലോ. അപ്പോൾ ഇദ്ദേഹം പിന്നെ അവർക്കെതിരെ പറഞ്ഞിട്ടുണ്ട് എന്താ സുപ്രീം കോടതി ആയിട്ടാണ് പെരുമാറുന്നത്, സുപ്രീം കോടതിയേക്കാളും വലിയ പവറുള്ള ആളായിട്ടാണ് പെരുമാറുന്നത് എന്നൊക്കെ പറയുന്ന ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ പറയുന്ന അത്തരം സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ അത്തരം പോസ്റ്ററിങ്ങിനോ ഒന്നും നമ്മൾ അനുകൂലിക്കുന്നില്ല. പക്ഷേ നിങ്ങളൊരു പ്രൊഫഷണൽ സ്പേസ് ഒക്കുപ്പ് ചെയ്യുമ്പോൾ അത് ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്ക് തരുന്നത് പോലെ തന്നെ അത് നിങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ ലിമിറ്റ് ചെയ്യുന്നുമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ബോധ്യപ്പെട്ടിരിക്കേണ്ടത് ഒരു നല്ല പ്രൊഫഷണലാണെങ്കിൽ എത്ര ലിമിറ്റേഷൻ എനിക്കുണ്ട് എന്നുള്ളതാണ്. അത് സ്വയം ബോധ്യപ്പെടുകയാണ് വേണ്ടത്. എനിക്ക് ഇന്ന കാര്യങ്ങളിൽ പരിമിതികളുണ്ട്, അത്തരം മേഖലകളിലേക്ക് കയറി അഭിപ്രായം പറയേണ്ട ഒരാളല്ല ഞാൻ. അങ്ങനെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞാൽ എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതെൻ്റെ പ്രവർത്തന മേഖലയെ നെഗറ്റീവായി ബാധിക്കും. അത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തുകൂടാ എന്നുള്ളത് ഒരു സാമാന്യ ബോധമാണ്, ഒരു പ്രൊഫഷണൽ എത്തിക്സാണ്. ആ പ്രൊഫഷണൽ എത്തിക്സിനെ മറികടക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാമെന്നൊക്കെ പറയുമ്പോൾ പോലും ഈ പറയുന്നൊരു പ്രതിസന്ധി ഇവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പലരും ഒരുപാട് സർവീസ് സ്റ്റോറികൾ ഉണ്ടായിട്ടുള്ള പിന്നെ ഭാഷയല്ലേ നമ്മളത്. എന്താ ഈ സർവീസ് കാലത്ത് പറയാതിരുന്ന കാര്യങ്ങളൊക്കെ സർവീസ് അങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സർവീസ് സ്റ്റോറിയൊക്കെ പിന്നീട് നമുക്ക് എഴുതാം, ആ സമയത്ത് നമുക്ക് നമ്മുടെ അനുഭവങ്ങളൊക്കെ പറയാം. വെൻ യു ആർ എ ഫങ്ഷനിങ് പ്രൊഫഷണൽ, ആ പ്രൊഫഷണൽ എസ്പെഷ്യലി അത് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കുമ്പോൾ, ആ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന അധികാരവുമായി അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ പറയുന്ന വിമർശനത്തെക്കാളും അപകടകരമാണ് നിങ്ങളൊരു അധികാരിയെ പുകഴ്ത്തി പറയുന്നത് എന്നുള്ളതാണ്. അധികാരിയെ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് നിങ്ങളൊരാളായി നിൽക്കരുത് ഒരിടത്തും. അതിന് എത്ര സ്വാധീനിക്കപ്പെട്ടാൽ പോലും അത് പാടില്ല. അത് ഒരു തരം എന്താ പറയുക, അതിനെക്കുറിച്ചാണ് ഈ പറയുന്ന അത് ഒരു തെറ്റിദ്ധാരണ വരുത്തുന്നുണ്ടല്ലോ. നിങ്ങൾ സോപ്പിട്ടു എന്ന് കെ മുരളീധരൻ പറയുന്നില്ലേ? പദവികൾക്ക് വേണ്ടി നിങ്ങൾ ഇനി ഇത്തരത്തിലുള്ള പാദസേവ ചെയ്യുകയാണ് എന്ന് മറ്റുള്ളവർ പറയുന്നില്ലേ? അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന കസേരയെക്കുറിച്ചൊരു സംശയം ഉണ്ടാകുന്നില്ലേ? ആ സംശയം നിങ്ങൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? മനഃപൂർവ്വമായി നിങ്ങളൊരു സംശയത്തിൽ നിൽക്കുന്ന വ്യക്തിയായി മാറേണ്ട കാര്യം എന്താണ്? അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ ഈ വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് കൂടിയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് പോകുന്നത്. ഇനി അതുകൊണ്ട് പോലും ഒരാളെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന ഒരു പൊസിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇടവയ്ക്കും. അത് ഒരു പ്രൊഫഷണൽ എത്തിക്സിന് ചേർന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ സ്മൃതിയിലേക്ക് വരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല പേഴ്സണൽ സെക്രട്ടറി കെ രാഗേഷിനെ കുറിച്ചല്ലേ? അതെ. കണ്ണൂർ ജില്ലയിലെ CPM സെക്രട്ടറി രാഗേഷിനെ കുറിച്ചല്ല. അല്ല. അപ്പോൾ അത് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ തൻ്റെ സീനിയറായ പ്രൊഫഷണലി സീനിയറായ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് ഇട്ടിരിക്കുന്നത് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചൂടെ? അത് നിശ്ചയമായി. കാരണം പക്ഷേ അങ്ങനെ ആകുമ്പോഴത്തേക്കും ദിവ്യായ സയ്യർ ഈ പറയുന്ന കഴിഞ്ഞൊരു 10 വർഷമായിട്ടെങ്കിലും കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുണ്ടല്ലോ അല്ലേ? അവരുടെ ഒരു സീനിയോറിറ്റി എനിക്കറിയില്ല. ഈ 10-15 വർഷമായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സീനിയർമാർ അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. രാജിവെച്ച് പോവാണ്. അല്ല ആ രാജിവെച്ച് പോയിട്ട് വേറൊരു പോസ്റ്റിലേക്ക് പോവുകയാണ്. അതുമാത്രമല്ല ഈ പ്രസ് സെക്രട്ടറി എന്ന് പറയുന്ന പേഴ്സണൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗുമാണ്. ആ പൊളിറ്റിക്കൽ പോസ്റ്റിങ്ങിലൂടെയാണ് അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു പരീക്ഷ പാസ്സായിട്ട് അവിടെ വന്നതല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന 10-15 വർഷമായിട്ട് നമ്മുടെ സർവീസിലിരിക്കുമ്പോൾ ആ സർവീസിലിരിക്കുന്ന ആളുകൾ നമുക്കുണ്ടാക്കിയിട്ടുള്ള ഇൻഫ്ലുവൻസ്, നമ്മളെ വഴികാട്ടിയിട്ടുള്ളത് ഒക്കെ പറയുന്ന ഒരാൾ ആണെങ്കിൽ എനിക്ക് അത് അപ്പോൾ പോലും ഞാൻ അതിൻ്റെ ഒരു വെയിറ്റേജ് കൊടുക്കും. ഞാൻ അങ്ങനെയൊന്നും ആരെക്കുറിച്ചും അവർ പറഞ്ഞായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി എൻ്റെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രി പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്ന സമയത്ത് രാധാകൃഷ്ണനെ സ്നേഹാലിംഗനം അന്നും ഇതേപോലെ ആളുകൾ പറയുകയാണ്. അന്നും അവർ ആ റെസ്പെക്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു കൺസേൺ ഇത്രയേ ഉള്ളൂ. ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു വന്നതിനകത്ത് ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് കിട്ടിയ ആളെ അഭിനന്ദിക്കുന്ന ഒരു പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ വിരമിക്കുന്ന സമയത്ത് ഒരു അഭിനന്ദനം കുറിപ്പിടുകയായിരുന്നില്ലേ? അതാണ് എൻ്റെ ചോദ്യം. അല്ലല്ല, അങ്ങനെയല്ല എന്നെ കാണുന്നത്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മളുടെ കരിയറിൽ ഒരുപാട് സമയങ്ങൾ ഉണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പ്രൊഫഷണൽ എത്തിക്സിൻ്റെ ഭാഗമായി നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു എന്താ പറയുക, നിങ്ങൾ പോസ്റ്റർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് ഒട്ടും തന്നെ സംശയകരമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കരുത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉദാഹരണം തന്നെ പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു വിഷയത്തിൽ തർക്കിക്കും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലായ വിഷയത്തിൽ എനിക്ക് എൻ്റെ നിലപാട് പറയാൻ പറ്റുന്നൊരു ഫോറമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മറിച്ച് ഞാൻ എൻ്റെ പ്രൊഫഷണലി ഞാനൊരാളെ
ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം മഹാനാണെന്നും ഇദ്ദേഹത്തിൻ്റെ ഇന്ന ക്വാളിറ്റികൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറയുമ്പോൾ അത് പറയാൻ പറ്റുന്നൊരു സ്വാതന്ത്ര്യമുള്ളൊരു പ്രൊഫഷണലല്ല ഞാനിരിക്കുന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. സ്മൃതിയിലേക്ക് എത്തിയാൽ സ്മൃതി, ഉറപ്പായിട്ടും എന്താണ് നമ്മുടെ ചോദ്യം എന്തായിരുന്നു? അതിര് വിട്ടോ പോസ്റ്റ് അതിര് വിട്ട പോസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇതിൽ വലിയ രൂപത്തിൽ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ ഞാൻ അപലപിക്കുകയാണ്. സൈബർ ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. മാത്രമല്ല ഇതിൽ ശബരിനാഥിൻ്റെ ഭാര്യ എന്ന രൂപത്തിലും അതോടൊപ്പം ജി കാർത്തികേയൻ്റെ മരുമകൾ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒരുപാട് ഈ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വരുന്നുണ്ട്. ആ നിലയ്ക്ക് മാത്രമാണോ അവരെ കാണുന്നത്? അവർ IAS ഉദ്യോഗസ്ഥയാണ്, അവർ സ്വതന്ത്ര വ്യക്തിയാണ് എന്ന രൂപത്തിൽ കാണുമ്പോഴും ഒരു IAS ഉദ്യോഗസ്ഥ എത്രത്തോളം സ്വതന്ത്രയാണ് എന്ന ചോദ്യത്തിലേക്കാണ് ഞാൻ ഊന്നുന്നത്. അത്ര സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് സർവീസ് ചട്ടം പറയുന്നത്. സർവീസ് ചട്ടത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? എവറി മെമ്പർ ഓഫ് ദി സർവീസ് ഷാൽ മെയിൻറ്റെയിൻ ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി. രണ്ടാമത്തെ പോയിന്റ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്നുള്ളതാണ്. മൂന്നാമത്തത് പ്രൊമോട്ടിംഗ് ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് മെറിറ്റ്, ഫെയർനെസ് ആൻഡ് ഇംപാർഷ്യാലിറ്റി ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടീസ്. ഇത് അത് പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ അരുണിൻ്റെ വ്യാഖ്യാനമായിരിക്കില്ല എൻ്റെ വ്യാഖ്യാനം. എവിടെയാണ് അതിർവരമ്പ് എന്നുള്ളത് സ്വയം നിശ്ചയിക്കേണ്ടതാണ്. നമുക്ക് നേരത്തെ പല വിഷയങ്ങളിലും ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് നമ്മൾക്ക് ഒരു IAS ഉദ്യോഗസ്ഥനെ ചർച്ചയ്ക്ക് വിളിച്ചാൽ അവർ വരില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞുകൂടാ. സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറയാം. അതല്ല അതിൻ്റെ മെറിറ്റിനെ കുറിച്ചോ അതിൻ്റെ ഡീമെറിറ്റിനെ കുറിച്ചോ അങ്ങനെ പരസ്യമായി പ്രതികരിക്കാൻ അവർക്ക് അധികാരമില്ല എന്നുള്ളതാണ് സർവീസ് ചട്ടം പറയുന്നത്. അപ്പോൾ ആ സർവീസ് ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ചോദ്യം. ഇനി അടുത്തത് ഈ പറയുന്ന പോസ്റ്റ് ഒരു രാഷ്ട്രീയ നേതാവായി, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് തന്നെയാണ്, കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റർ. അത്രയ്ക്കും അടുപ്പമുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന KK രാഗേഷുമായി നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാളാണെങ്കിൽ നേരിട്ട് പറയാം, അല്ലേ, ഫോൺ ചെയ്ത് പറയാം. ഇത് ജനങ്ങൾ കൂടി അറിയട്ടെ എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കുമ്പോൾ അതിൽ വേറെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയിച്ചാൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഇതേ കാര്യങ്ങൾ ഇപ്പോൾ ഈ ദിവ്യയ്ക്ക് പിന്തുണയുമായി പ്രതികരിച്ചു വരുന്ന CPM നേതാക്കൾ അത് ഒരു വിമർശനമായിരുന്നുവെങ്കിൽ, KK രാഗേഷുമായി ബന്ധപ്പെട്ട ഒരു വിമർശനമായിരുന്നുവെങ്കിൽ എങ്ങനെ പ്രതികരിക്കും? ഇനി സർക്കാർ സംവിധാനം എങ്ങനെ പ്രതികരിക്കുമെന്ന് കൂടിയുണ്ടല്ലോ. അപ്പോഴേക്കും നോട്ടീസ് വരില്ലേ? ഒരു IAS ഉദ്യോഗസ്ഥ രൂപത്തിൽ പ്രതികരിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ പറയുന്ന രാഗേഷ് പോകുന്ന ഒരു രാഷ്ട്രീയ പോസ്റ്റിലേക്ക് ആണെങ്കിൽ കൂടി അതിലും ഒരു നോട്ടീസ് വരും. അല്ലെങ്കിൽ വേറെന്തെങ്കിലും രൂപത്തിൽ അവരുടെ പൊസിഷൻ മാറും. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ പ്രശാന്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ വീട്ടിലിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. പ്രശാന്തിൻ്റെ മറ്റൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ കൂടി അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ പോയിന്റ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഓരോ ദിവസവും ചീഫ് സെക്രട്ടറിക്കെതിരെയാണ് അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കിടയിലെ ചെരിപ്പോരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു വരുന്നു. അതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് പൊതുജനം കൂടി അറിയേണ്ട കാര്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പ്രശാന്ത് പോസ്റ്റ് ഇടുന്നതെന്നാണ് പ്രശാന്ത് പറയുന്നത്. അതിലൊരിക്കൽ പോലും ഗവൺമെൻറ്റിനെയോ സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. അദ്ദേഹം ഇന്ന് ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ, ഇന്നിപ്പോൾ ഹിയറിങ്ങിന് മുമ്പ് അദ്ദേഹം ഇട്ട പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ട്രാൻസ്പെറൻസിയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ സുപ്രീം കോടതിയേക്കാൾ മുകളിലാണോ ചീഫ് സെക്രട്ടറി എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? സുപ്രീം കോടതിയിൽ പോലും അതിൻ്റെ പ്രൊസീഡിങ്സ് എങ്ങനെയാണ്? ഓപ്പൺ കോർട്ടിലാണ്, അല്ലേ? ഓപ്പൺ കോർട്ടിലാണ്, ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്, എല്ലാവർക്കും കാണാം എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ ഹിയറിങ്ങും കൂടി ജനം കാണട്ടെ. കാരണം അതിൽ ഒരു പക്ഷപാതിത്വം ത്രൂ ഔട്ട് നടന്നിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് ആ പ്രൊസീഡിങ്സ് കാണട്ടെ. ഞാൻ പറയുന്നതും കാണും, നിങ്ങൾ പറയുന്നതും കാണും എന്ന രൂപത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള നടപടികൾ എന്താണ് എന്ന് നമുക്ക് അറിയില്ല. ഇനിയിപ്പോൾ അത് കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെയും അതും ഓപ്പൺ കോർട്ടായിരിക്കും ഒരു പക്ഷേ, അത് നമ്മൾ കാണുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ പുകഴ്ത്തുന്നവർക്ക് നല്ല പൊസിഷൻ കിട്ടും, ഞങ്ങളെ പുകഴ്ത്തുന്നവർക്ക് നല്ല അധികാരം കിട്ടും, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഉയർച്ച ഉണ്ടാകും എന്നൊരു തോന്നലുണ്ടാകുന്ന പ്രതികരണങ്ങൾ, ചേർത്തു പിടിക്കൽ ഒക്കെ കാണുന്നു. നമ്മൾ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടായാലും ഇപ്പോൾ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഇന്ന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രി ഒപ്പിട്ട ദിവസം കൂടിയാണ്. അതുകൂടി ഇതുമായിട്ട് ചേർത്ത് വെക്കണമെന്നാണ് കരുതുന്നത്. അജിത് കുമാർ എന്ത് പോസ്റ്റ് കൊടുത്ത്? അജിത് കുമാറുമായി ബന്ധപ്പെട്ടല്ല, അജിത് കുമാറിൻ്റെ കാര്യത്തിൽ അജിത് കുമാറിന് എതിരെ ഇവിടെ DGP ഒരു അന്വേഷണ ശുപാർശ നൽകിയിട്ടുണ്ട്. അതിന്മേൽ പ്രതികരണം ഉണ്ടായിട്ടില്ല. മാസങ്ങളായി അത് വെച്ചിരിക്കുകയാണ്. അതിൽ എന്ത് പ്രതികരണമായാലും അത് പുറത്തേക്ക് പറയാമായിരുന്നു. ആ പ്രതികരണമേ ഉണ്ടായിട്ടില്ല. ഇന്നും മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല. എന്താണ് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് ആണോ ഈ പറയുന്നത്? അല്ല, ക്ലീൻ ചിറ്റ് നൽകി, അത് ഒപ്പിട്ടു, വിജിലൻസ് ഒപ്പിട്ടു. ഞാൻ രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഇവിടെ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് വ്യാജമൊഴി നൽകിയെന്ന പരാതി അതേ റാങ്കിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ നൽകുകയാണ്. അതിന്മേൽ കേസ് എടുക്കാമെന്ന ശുപാർശ ഇവിടെ നിന്ന് DGP നൽകുകയാണ്. അതിന്മേൽ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. കേസ് എടുക്കാമെന്ന ശുപാർശയല്ല, അത് P. വിജയന് കേസ് എടുക്കാം. DGP ഞാൻ ചോദിക്കട്ടെ, സ്റ്റേറ്റ് കൊടുക്കുമെന്നുള്ള വേറെ വിഷയം. ഞാൻ ചോദിക്കുന്നത് അതിന്മേൽ പ്രതികരണം. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. താങ്കളുടെ പോയിന്റ് താങ്കൾ പറഞ്ഞു.
റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നോ ജനുവരിയിൽ കൊടുത്ത റിപ്പോർട്ടാണ്, അത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് DGP കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ മാധ്യമങ്ങളൊക്കെ കളവാണോ റിപ്പോർട്ട് ചെയ്തത്? മാധ്യമങ്ങളുടെ വാർത്തയോടെ CM പറഞ്ഞതാണ്. അപകീർത്തി കേസിൽ MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ടോ? കൃത്യവിലോപമാണ്, അതിന്റെ പേരിൽ അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വരുമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിന്റെ പേരിലല്ലേ അദ്ദേഹത്തിന് ചുമതലയുണ്ടായിരുന്ന ലാൻഡ് ഓർഡർ എടുത്ത് മാറ്റിയത്. RSS നേതാക്കളുമായി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഈ പ്രതികരിച്ചിട്ടില്ല മുഖ്യമന്ത്രി, പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഓർഡറാണ് എടുത്ത് മാറ്റിയത് ഈ വിഷയത്തിൽ. അദ്ദേഹം ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ DGPയുടെ റിപ്പോർട്ടിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു. RSS നേതാക്കളുമായി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ ചോദ്യങ്ങൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നു അതെങ്ങനെ മുഖ്യമന്ത്രി പ്രതികരിക്കും? ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ എന്റെ പോയിന്റിലേക്ക് അതിലേക്ക് വലിച്ചഴിക്കുന്നത് എന്റെ സ്വാതന്ത്ര്യമാണ്, ഏതൊക്കെ കാര്യങ്ങൾ എനിക്ക് തോന്നി എന്നുള്ളത്. കാരണം പല കാര്യങ്ങളിലായി ഈ തരത്തിൽ പുകഴ്ത്തുന്ന ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം കൊടുക്കുകയും ഞാനൊരു വാചകം പൂർത്തിയാക്കട്ടെ അരുൺ. ഇവിടെ ഒരു ഉദാഹരണം പറയൂ. ഞാൻ പറയുന്നത് MR അജിത് കുമാർ അവിടെയുണ്ട്. ആയിക്കോട്ടെ, ആ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. DGP ഇവിടെ റിപ്പോർട്ട് നൽകിയിട്ടും അതിന്മേൽ പ്രതികരിക്കാതിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നൽകിയ റിപ്പോർട്ടിനെ അരുൺകുമാർ തള്ളിക്കളയുന്നു. അപകീർത്തി കേസ് വിജയനാണ് കൊടുക്കേണ്ടതെങ്കിൽ P.വിജയൻ IPS അത് കൊടുക്കണം. അതല്ലാതെ സ്റ്റേറ്റിന് അരുൺകുമാർ പറയുന്നതാണ്, ഞാനല്ല പറയുന്നത്. അതാണ് റിപ്പോർട്ട്. അപകീർത്തി കേസിന്റെ നിയമം അങ്ങനെയാണ്. അല്ലല്ല, നിയമം എന്തുമാകട്ടെ, ഞാൻ ചോദിക്കുന്നത് പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലാന്നേ, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള പറയുന്നത്. റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അതിന്മേൽ പ്രതികരിച്ചിട്ടില്ല, ഒരു നടപടി ഉണ്ടായിട്ടില്ല. നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമില്ല. അജിത് കുമാറുമായി ബന്ധപ്പെട്ട മറ്റൊരു നിലപാടാണ്. അപ്പുറത്ത് P.വിജയൻ അതേ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് പരാതിക്കാരൻ എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. പരാതിക്കാരന് സ്വന്തം നിലയ്ക്ക് പോവുകയാണോ അല്ലാതെ പോവുകയാണെന്നൊക്കെയുള്ള നിയമവശം അതിന്മേൽ പ്രതികരിക്കുക എന്നുള്ളതാണ് അതിലെ കൃത്യമായ നിലപാടായി വ്യക്തമാകേണ്ടത്. ഈ കാര്യത്തിൽ ഈ പറയുന്ന ഈ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ, ദിവ്യ എസ് അയ്യരെ ശബരിനാഥിനെ ഭാര്യയായിട്ടും IAS ഉദ്യോഗസ്ഥയായിട്ട് കാണുന്നില്ല, അവരുടെ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് അവരെ കാണുന്നില്ല, അവർ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ ആക്രമിക്കപ്പെടുകയാണെന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ CPM കേന്ദ്രങ്ങൾ തന്നെ പറയുന്നു ശബരിനാഥിനെതിരായ ഒരു രാഷ്ട്രീയ കരുനീക്കമാണ് എന്ന് ചില നേതാക്കൾ പറയുന്നുണ്ട്. സനോജിൻ്റെ പ്രതികരണം വരുന്നുണ്ട്. ശബരിനാഥിനെ മൂലക്കിരുത്താൻ വേണ്ടിയുള്ള ചില നേതാക്കളുടെ, അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരടക്കം ഷാഫി പറമ്പിലിൻ്റെ പേരടക്കം പറയുന്നത്, അങ്ങനെ ഒരു ഗൂഢ ചിന്തയാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നു. അപ്പോൾ അവിടെയും ഇവിടെയും രാഷ്ട്രീയ ബന്ധം കൃത്യമായി അതിൽ ആരോപിക്കുന്നുണ്ട്. അതിൽ ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. ഈ കോൺഗ്രസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒന്നല്ല അവർ പറയേണ്ടത്. ഈ IAS ഉദ്യോഗസ്ഥയ്ക്ക് ചെയ്യാൻ പറ്റുന്ന IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ അവർക്ക് ചെയ്യുന്നതിന് കൃത്യമായ ഒരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പ് അവർ കടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് ശരിയായ രീതിയല്ല. അതിന്മേലൊരു രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന് പോലും സംശയിച്ചാൽ കുഴപ്പമില്ല. കാരണം മനോരമ ഓൺലൈനിൽ അതിനുശേഷം അവരൊരു അഭിമുഖം എടുത്തിരുന്നു. ആ അഭിമുഖത്തിൽ അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരു മിനിറ്റ്. അതിൽ അവർ പറയുന്നുണ്ട്, അവർ ഈ 2016 തിരുവനന്തപുരം സബ് കളക്ടറായി വന്നത് മുതൽ വിഴിഞ്ഞത്തെ പോസ്റ്റ് വരെ എല്ലാ നിയമനങ്ങളും നൽകിയത് LDF സർക്കാരിൻ്റെ കാലത്താണ് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ LDF സർക്കാരിനോട് അവർക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്നവർ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഇനി അടുത്ത കാര്യം, രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അവർ കൃത്യമായ മറുപടി പറയുന്നില്ല. നാളെ അത് സംഭവിക്കാമെന്നുള്ള സൂചനകൾ കൂടി നൽകുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഈ വ്യാഖ്യാനം എവിടെയെങ്കിലും ആകാമല്ലോ. അപ്പോൾ ആ വ്യാഖ്യാനത്തിൽ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ തനിക്ക് നാളെ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള, അത് ഇടത് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ഒരു താല്പര്യമായി വേണമെങ്കിൽ തോന്നിയാലും അതിന് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. ഈ പറഞ്ഞിട്ടുള്ള വാചകം ഇല്ല, ഞാൻ വായിച്ച കാര്യമില്ലേ പറയുന്നത്. ഞാൻ പറയുന്ന കേൾക്കൂ. ദിവ്യ എസ് അയ്യർ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്ന് തോന്നിയിട്ടുണ്ടോ? അതിനെപ്പറ്റി ഇതുവരെ കാര്യമായി ചിന്തിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ കാര്യത്തിൽ പൊതുവെ നോക്കിയാൽ എല്ലാ തലങ്ങളിലും എല്ലാ മേഖലകളിലും പരീക്ഷണങ്ങൾക്ക് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്തും പുതുതായി പഠിക്കാനും പുതിയ പരീക്ഷണങ്ങൾ നടത്താനും എല്ലാം സേവന മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഓരോ ചൂടും ഞാൻ വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ ചെയ്യുന്ന ഒരാളാണെന്ന ധാരണ പൊതുവെയുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടല്ല നടന്നത്. അപ്പം നാളെ സംഭവിക്കാതിരിക്കാം. അങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. എല്ലാം ഇട്ടുകൊടുക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം, നിങ്ങൾക്ക് എങ്ങനെയും വിലയിരുത്താം എന്ന രൂപത്തിൽ ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് അങ്ങനെ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. ഓക്കെ, നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക്. അതിന് വിട്ട പോസ്റ്റോ എന്നാണ് ചോദ്യം. അതിന് വിട്ട പോസ്റ്റ് അല്ല എന്നാണ് എൻ്റെ ടേക്ക്.
എന്തുകൊണ്ടെന്ന് ഞാൻ വിശദമാക്കാം. അത് ഞാൻ ഈ സർവീസ് ചട്ടം ഒന്ന് വായിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. യഥാർത്ഥത്തിൽ അതിന് വിടണമെങ്കിൽ ഈ സിവിൽ സർവീസ് ചട്ടത്തിൻ്റെ എതിരാണല്ലോ വിടേണ്ടത്. നമ്മളിവിടെ കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നതിനും അപ്പുറത്തേക്ക് വളരെ കൃത്യമായ റെഗുലേഷൻസ് ഉണ്ട്. ആ റെഗുലേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ കാര്യങ്ങളെ വസ്തുതാപരമായി വിശദീകരിക്കാൻ കഴിയുക. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകരുത്. നിലവിൽ ദിവ്യ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും അംഗമല്ല. രാഷ്ട്രീയ ഇടപെടൽ പാടില്ല. നിലവിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ ദിവ്യ എസ് ഐയുടെ ഭാഗത്തു നിന്ന് ദിവ്യ എസ് ഐ പത്തനംതിട്ടയിൽ കളക്ടറായിരിക്കുന്ന സമയത്തോ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്തോ, വിഴിഞ്ഞം സീപോർട്ടുമായി ബന്ധപ്പെട്ടതിൻ്റെ CEO ആയി പ്രവർത്തിക്കുന്ന സമയത്തോ ഇല്ല എന്നാണ് നമ്മൾ 3 പേരും മനസ്സിലാക്കുന്നത്, നമ്മൾ 5 പേരും മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ കക്ഷികളെ സഹായിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടരുത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി അൺഡ്യൂ സർവീസ് ഈ ദിവ്യ എസ് ഐ ചെയ്തു കൊടുത്തതായി ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വാദത്തിന് വേണ്ടി ഉന്നയിക്കാം. കുടുംബാംഗങ്ങൾ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നത് ആരാണെന്ന് പ്രേക്ഷകർക്കറിയാം. അത് സുലേഖ ടീച്ചറാണ്. ഒരു കാരണവശാലും അങ്ങനെ കുടുംബ വിരുദ്ധമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ടീച്ചറല്ല. മറ്റൊന്ന് ശബരിനാഥനാണ്. വളരെ മാന്യമായി ശശി തരൂരിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൽ വളരെ കൃത്യമായി ഫൈറ്റ് ചെയ്യുന്ന, കോൺഗ്രസിനുള്ളിലും കോൺഗ്രസിന് പുറത്തുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഫൈറ്റ് ചെയ്യുന്ന ഒരു നേതാവാണ് ശബരിനാഥൻ എന്നുള്ളതാണ് മറ്റൊരു ടേക്ക്. അപ്പോൾ കുടുംബാംഗങ്ങളും സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. ചട്ടം ലംഘിച്ചാൽ തീരുമാനം സർക്കാരിന് എടുക്കാവുന്നതാണ്. നിലവിൽ ആ ചട്ടങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പുകൾക്കോ മറ്റാവശ്യങ്ങൾക്കോ ആ സ്ഥാനമൊന്നും ഏതെങ്കിലും തരത്തിൽ ദുർവ്യയം ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചട്ടം. ഇതിലേത് ചട്ടമാണ് ദിവ്യ എസ് ഐ ലംഘിച്ചിരിക്കുന്നത്? ദിവ്യ എസ് ഐയർ നിലവിൽ വിഴിഞ്ഞം സീപോർട്ടിൻ്റെ CEO ആയിട്ട് തുടരുകയാണ്. ഈ സ്ഥാനത്ത് MD ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് മുഖ്യമന്ത്രി അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ചീഫ് മിനിസ്റ്ററുടെ പേഴ്സണൽ സെക്രട്ടറിയായ രാകേഷ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആ ജോലിയിൽ നിന്ന് രാജിവെച്ചു പോകുമ്പോൾ, ആ രാജിവെച്ചു പോകുന്ന ഘട്ടത്തിലാണ് ഈ KK രാകേഷിനെ കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ആ രാജിവെച്ച് പോകുന്നത് എങ്ങോട്ട് എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു രാജ്യത്തെ ഒരു ദേശീയ പാർട്ടിയുടെ ഒരു ജില്ലയിലെ ചുമതല ഏറ്റെടുക്കുന്ന ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് KK രാകേഷ് പോവുകയാണ്. KK രാകേഷ് ഈ സ്ഥാനം ഏറ്റെടുത്തതിനെ ചൊല്ലി ഒരു വാചകം പോലും നമുക്ക് ഈ പോസ്റ്റിൽ കാണാൻ പറ്റില്ല. ആ പോസ്റ്റ് തന്നെ നമ്മളൊന്ന് വായിച്ചു നോക്കൂ. പോസ്റ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നില്ലേ, എന്താ, ഇക്കഴിഞ്ഞ 3 വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച് എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട്. തൻ്റെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥൻ പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് അദ്ദേഹം 3 വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട്. ഇവിടെ എവിടെയാണ് സർവീസ് ചട്ടലംഘനം? തൻ്റെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥൻ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരാൾ ഒരു നല്ല കാര്യം, നമ്മുടെ ചോദ്യം സർവീസ് ചട്ടം ലംഘിച്ചു. ആ സർവീസ് ചട്ടം ഇതിൽ ഏത് സർവീസ് ചട്ടം ലംഘിച്ചോ എന്നാണോ ചോദ്യം? അതല്ല എന്റെ ചോദ്യം. അതിര് വിട്ടോ? നിങ്ങൾ അങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത് ഇവിടെ. സർവീസ് ചട്ടം ലംഘിച്ചോ ഗവൺമെന്റിന്റെ വിഷയമാണ്. അത് ഗവൺമെന്റ് വിഷയമാണ്. അത് ഗവൺമെന്റ് നോക്കിക്കോളും. അത് ഞാനും ആരോടും നോക്കണ്ട. അത് ഗവൺമെന്റ് നോക്കിക്കോളും. സർവീസ് ചട്ടം ലംഘിച്ചോ എന്നുള്ള ചോദ്യമാണെങ്കിൽ ഇപ്പൊ താങ്കൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും കണ്ടസ്റ്റല്ല നമ്മൾ പറഞ്ഞെന്താ, ഇതിനകത്തൊരു പ്രൊഫഷണൽ പ്രശ്നം. പോയാൽ മതി. അല്ല, വാദം പൂർത്തിയാക്കിയതാ. അരുൺകുമാറും അല്ല. അതിനിവിടെ രാജ്യത്ത് സംവിധാനമുണ്ട്. ആ രാജ്യത്തിന് നമ്മളിവിടെ സർവീസ് ചട്ടവുമായി ബന്ധപ്പെട്ട ഞാൻ പൂർത്തീകരിക്കാൻ അങ്ങ് അനുവദിക്കൂ. ഞാൻ ആകെ 3 മിനിറ്റ് പോലും പൂർത്തിയാക്കിയിട്ടില്ല ഉണ്ണി ബാലകൃഷ്ണൻ. അങ്ങ് ഏകദേശം 12 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഞാൻ ഒരിടത്ത് പോലും ഏറ്റവും ഒടുവിലാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, അങ്ങ് പൂർത്തിയാക്കുന്ന സമയത്ത് എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കൂ. അതല്ലേ മിനിമം ജനാധിപത്യ മര്യാദ. ഞാൻ അതിലേക്ക് എത്തിയാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരിടത്തും സർവീസ് ചട്ടം ലംഘിച്ചിട്ടില്ല. അപ്പോൾ സർവീസ് ചട്ടത്തിൻ്റെ അതിര് വിട്ടിട്ടില്ല ഈ പോസ്റ്റ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി എന്താ പറയുന്നത്, കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട്. അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നയാളാണെന്ന്, അദ്ദേഹത്തോടൊപ്പം ഓഫീസിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫുമായി ബന്ധപ്പെട്ട് നിരവധി ഔദ്യോഗിക കാര്യങ്ങൾ കൃത്യനിർവഹണം നടത്തിയ പത്തനംതിട്ടയിൽ ജില്ലാ കളക്ടറായിട്ടും കോവിഡ് കാലത്ത് പ്രവർത്തനം നടത്തിയും അതേപോലെ വിഴിഞ്ഞത്ത് CEO ആയിട്ട് പ്രവർത്തിച്ചും പരിചയമുള്ള ദിവ്യ എസ് തോന്നിയാൽ
അതിൽ ആർക്കാണ് ആക്ഷേപമുള്ളത്? ഇനി താങ്ക് യു ഫോർ ഓൾവേസ് കൺസിഡറിങ് ആസ് ദി അറ്റ്മോസ്റ്റ് റെസ്പെക്ട്, എനിക്ക് പരമാവധി ബഹുമാനം തന്നതിൽ നന്ദിയുണ്ട്. an art that is getting endangered in power corridors across the globe. ലോകമെമ്പാടും അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ബഹുമാനം തന്നു എന്ന് പറയുന്ന ബഹുമാന പുരസ്സരം നിങ്ങളുടെ സഹപ്രവർത്തകരോട് പെരുമാറാൻ കഴിയുക എന്ന് പറയുന്ന ഒരു കലയാണ് യഥാർത്ഥത്തിൽ കെ രാഗേഷ് എന്ന് പറയുന്ന CMന്റെ ഒരു പേഴ്സണൽ സ്റ്റാഫായ പേഴ്സണൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തനിക്കുണ്ടായിരുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ പറഞ്ഞാൽ ഇതിൽ ആർക്കാ ഇത്ര പൊള്ളേണ്ടത്? എന്തിനാ ഇത്ര പൊള്ളുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അത് പിണറായി വിജയൻ്റെ പേഴ്സണൽ സ്റ്റാഫായി പോയി. അത് പിണറായി വിജയൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിപ്പോയി. നമ്മൾ ഇതിനു മുമ്പും ഈ ദിവ്യേഷ് നായരുമായി ബന്ധപ്പെട്ട വിഷയം വാർത്തയാക്കിയിട്ടുണ്ടല്ലോ. അന്ന് എന്തായിരുന്നു? അന്ന് രാധാകൃഷ്ണനെ സ്നേഹാലിംഗനത്തോടു കൂടി യാത്ര ചെയ്യിക്കുന്ന ദിവ്യേഷ് നായരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നെന്താ, ഏത് സമയത്താ? അന്ന് പത്തനംതിട്ട കളക്ടറായിരുന്ന സമയത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരു വീഴ്ചയും വരുത്താത്ത രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്ത കളക്ടർ എന്ന നിലയിലും അത് നിയന്ത്രിച്ച ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയിലുമായിരുന്നു ആ സ്നേഹാലിംഗനം. അതിനെ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ നാട്ടിലെ സൈബർ പോരാളികൾ വിവർത്തനം ചെയ്തത്? ഇന്ന് കണ്ട പോസ്റ്റിനെ കുറിച്ച് ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാട് മന്ത്രിയോട് വിയോജിച്ചു. നല്ല കാര്യം. ആ പോസ്റ്റുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. കണ്ടാൽ അറയ്ക്കുന്ന പോസ്റ്റുകളല്ലേ ഈ പറയുന്ന സൈബർ കൂട്ടങ്ങൾ വന്ന് ഈ പറയുന്നവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ വന്ന് എഴുതിയിട്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരാൾക്ക് സമാധാനത്തോടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കും. അതിന് ഞാൻ അനുകൂലിച്ചു. നിങ്ങൾ അതിനോട് വിയോജിച്ചു, അത്രയും നല്ല കാര്യമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളുകളുടെ മനോഗതി എന്താ പറയുന്നത്? ഈ ദിവ്യേഷ് നായർക്ക് സ്വതന്ത്രമായി ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചോ ഒരു നേതാവിനെ കുറിച്ചോ അഭിപ്രായം അത് അനുകൂലിക്കുന്നവരുമായി ബന്ധപ്പെട്ടതല്ല, അവർക്ക് വേണ്ടി നിൽക്കും. അതേസമയം എതിരാളികളായാലും അന്ന് രാധാകൃഷ്ണന്റെ സമയത്ത് സൈബർ ആക്രമണം നടത്തിയ അതേ ആളുകൾ ഇക്കൂട്ടലും വന്ന് സൈബർ ആക്രമണം നടത്തുന്നു. ഇതേ സ്റ്റേറ്റ്മെന്റിന്റെ പുറത്ത് ആ സൈബർ ആക്രമണത്തിന്റെ ചൂട് പിടിച്ച് രാഷ്ട്രീയ അഭിപ്രായം മുതിർന്ന നേതാക്കൾ നടത്തും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മുതിർന്ന നേതാക്കൾ വന്ന് പറയുന്നത് എന്താ? പാദസേവ നടത്താൻ പോകുന്നുവെന്ന. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് പാദസേവ നടത്തിയിരിക്കുന്നത്? ഇവർ ഏതെങ്കിലും തലത്തിൽ അനധികൃതമായി ഇവർ എന്തെങ്കിലും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നേടിയെടുത്തിട്ടുണ്ടോ? ഇവരുടെ പത്തനംതിട്ട കളക്ടർ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് നമ്മളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? കോവിഡ് കാലത്ത് അവർ നടത്തിയ പ്രവർത്തനങ്ങളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ലൈഫ് മിഷനുമായി ബന്ധപ്പെടുത്തി നടത്തിയ കാര്യങ്ങളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? അവർ ഈ വിഴിഞ്ഞത്തെ MD എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ഇന്ന് ചൈനയെ വെല്ലുന്ന ഒരു മാർക്കറ്റായി ഒരു സീപോർട്ടായിട്ട് വിഴിഞ്ഞത്തെ മാറ്റാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ ചെയ്യുന്നത്? അത്തരത്തിൽ പദവി വഹിക്കുന്ന ഒരു വനിതയെക്കുറിച്ച് അവരുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നുകൊണ്ട് മാത്രമേ അവർ ആ വ്യാഖ്യാനം ചമയ്ക്കാവൂ എന്ന മട്ടിലുള്ള പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിനെ അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളയുകയാണ് വേണ്ടത്. നമ്മൾ സുനിത വില്യംസിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞല്ലോ. സുനിത വില്യംസ് നമ്മുടെ നാട്ടിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ ഇങ്ങനെയൊരു പോസ്റ്റ് ഈ സർക്കാരിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഇട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും സ്റ്റേറ്റ്മെന്റ് പറയുക? ആ പെണ്ണൊരുത്തി പണ്ട് ഭർത്താവിനെ നോക്കാതെ അങ്ങ് ബഹിരാകാശത്ത് പോയവളല്ലേ, അവൾ ഇതിനും പറയും ഇതിനപ്പുറവും പറയും എന്ന സ്റ്റേറ്റ്മെന്റ് പറയുന്ന മാനസികമായിട്ടുള്ള നിലയാണ്, ആ പുരുഷാധിപത്യ നിലയാണ് യഥാർത്ഥത്തിൽ ഈ സൈബർ കൂട്ടങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദിവ്യേഷയോട് പറയാനുള്ളത്, നിങ്ങൾ എഫിഷ്യൻ്റായ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞതാണ്. നിങ്ങൾ എല്ലാവിധമായിട്ടുള്ള ശബരിനാഥൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും അറിഞ്ഞിട്ടും രാഷ്ട്രീയ ഐഡന്റിറ്റിയും അറിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നത്. ശബരിനാഥൻ ആ കാര്യത്തിൽ വിയോജിപ്പുള്ളത് രാഷ്ട്രീയമായ ഒരു വിയോജിപ്പ് മാത്രമാണ്. അദ്ദേഹം പ്രകടമാക്കിയെന്ന് മാത്രം വളരെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു. ഇത് ഒരു വീഴ്ചയായിട്ട് ശബരിനാഥൻ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് നേതാവിന് തോന്നുന്നു. സ്വാഭാവികം. പക്ഷേ ആരാണ് അതിന് നിശ്ചയിക്കുക? അതാണ് ഞാൻ നേരത്തെ സർവീസ് ചട്ടങ്ങളിൽ തുടങ്ങിയത്. ആരുടെ അതിനാണ് നിശ്ചയിച്ചത്? അപ്പോൾ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലത് പറയാൻ ഈ നാട്ടിൽ കഴിയുന്നില്ലെങ്കിൽ, അതിനുള്ള സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഏത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചിട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നാളെ ഇതേ കാര്യം ഞാൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ പറയാം. VD സതീശനെ കുറിച്ചും VD സതീശൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ കുറിച്ചും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാലും ഞാൻ ഇത് തന്നെ പറയും, ഇതേ കാര്യം തന്നെ പറയും. ഇങ്ങനെ ഒരു ഊഷ്മള ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ നിങ്ങൾക്ക് ബഹുമാനം തരുന്ന ഒരാളാണെങ്കിൽ മാത്രം അതങ്ങനെ ശരിയാവും. ദത്താത്രേയെ കണ്ട അജിത് കുമാറിന്റെ നിലപാട് അതങ്ങനെ ശരിയാവും. ദത്താത്രേയ ഏത് പേഴ്സണൽ സ്റ്റാഫിനാണ്? അല്ല, പേഴ്സണൽ സ്റ്റാഫിന്റെ അല്ല. അപ്പൊ പേഴ്സണൽ സ്റ്റാഫിനെ കുറിച്ചൊക്കെ പറയാം. അതായത് അയാളുടേതായ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ വെച്ചിട്ട് അയാൾ അവിടെ പോയി ദത്താത്രേയെ കാണുന്ന തെറ്റ്. നിലപാട് ശരിയല്ലെന്നും കാണാൻ പോകുന്ന അജിത്തിനോട് നിലപാടാണ്. അതേസമയം ഈ പറയുന്ന KK രാഗേഷിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നുമല്ല
പ്രശ്നമല്ല. ഇവിടുത്തെ പ്രശ്നം ധാർമ്മികതയുടേതാണ്. തൊഴിൽ ധാർമ്മികതയുടേതാണ് പ്രശ്നം. തൊഴിൽ ധാർമ്മികതയുടേതാണ് പ്രശ്നം. ബിജെപിയോ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ആരുടെയും അഭിപ്രായം ഇതിനകത്തൊരു പ്രൊഫഷണൽ ധാർമ്മികത, ഒരു പ്രൊഫഷണൽ ധാർമ്മികത, അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നു, അനാവശ്യമായ വാക്കുകൾ ഞാൻ എന്റെ അഭിപ്രായം ശശി തരൂര് മോദിയെ പുകഴ്ത്തിയ സമയത്ത് ശശി തരൂരിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതാരാ? ഇതാ യൂത്ത് കോൺഗ്രസ് അല്ലേ? ആ യൂത്ത് കോൺഗ്രസ് അല്ലേ? ഇതേ ശശി തരൂർ മോദിയെ പോയിട്ട് എന്റെ നിലപാട് എനിക്ക് അവരുടെ യാത്രയൊന്നല്ല പറഞ്ഞത്. ഞാൻ എന്റെ നിലപാടാ പറയുന്നത്. അങ്ങനെ വേണമെന്നേ എന്റെ നിലപാടേ ഞാൻ പറയുന്നുള്ളൂ. എന്റെ നിലപാട് വളരെ ക്ലിയറാണ്. നിങ്ങൾ അധികാരികളെ വിമർശിക്കുന്നവരാണ്. ഒരു അധികാരിയെ പുകഴ്ത്തണ്ട ആരും. അധികാരിയെ നിങ്ങൾ പുകഴ്ത്തിയാൽ അത് നിങ്ങൾ സംശയത്തിലാക്കും. അതൊരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നിൽക്കുന്ന ആൾ ചെയ്തുകൂടാ. ഒരു നിമിഷം യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ ശശി തരൂരിന്റെ വിഷയത്തിൽ എടുത്ത നിലപാട് ഇന്ന് ആരാ ഈ ദിവ്യസായിയുടെ വിഷയം ആദ്യമായി ഒരു രാഷ്ട്രീയ വിവാദമാക്കി തീർത്തത്? യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലയിലെ ഒരു നേതാവാ. ഇന്ന് നമ്മളിവിടെ ഇത് സംസാരിക്കുന്ന സമയത്ത് ഇത് വിവാദമാക്കി മാറ്റിയതും യൂത്ത് കോൺഗ്രസ് നേതാവിനാ പൊള്ളിയത്. ഞാൻ അതാണ് പറഞ്ഞത്. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ, എബിവിപിയുടെ അഭിപ്രായം നിങ്ങൾക്കാണ് അസ്വസ്ഥത. കാരണം എന്താ, നിങ്ങൾ പറയേണ്ട ഒരു കാര്യമില്ല. പ്രൊഫഷണലായ ഒരു ധാർമ്മികത സുഹൃത്തെ, സർവീസ് ചട്ടത്തിനൊക്കെ അപ്പുറത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇരുന്നിട്ട് ഞാനൊരു അഭിപ്രായം അവകാശങ്ങളേ ഉള്ളൂ. പക്ഷേ ദിവ്യ എസ് അയ്യർക്ക് അങ്ങനെയല്ല. ദിവ്യ എസ് അയ്യർക്ക് സിവിൽ കൂടുതൽ ലിമിറ്റേഷൻ. സിവിൽ സർവീസ് സാധാരണക്കാരനായിട്ടുള്ള ഒരാളെക്കാൾ ഒരാളാണ് ദിവ്യ എസ് അയ്യർ. അത് ഓരോരുത്തരും ഓരോ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷന്റെ ലിമിറ്റേഷൻസ് ആദ്യം മനസ്സിലാക്കണം. എന്റെ അഭിപ്രായം അത് ലിമിറ്റേഷൻ അല്ല, അത് സാധ്യതയായിട്ട് മനസ്സിലാക്കുന്ന വനിതയാണ് അവര്. എന്തിനു സാധ്യതയാണ്? അല്ല, ആ സാധ്യത അവരുടെ മൗലികാവകാശം അവർ പറഞ്ഞത് ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത് യൂത്ത് കോൺഗ്രസിന്റെ ശുദ്ധ വിവരക്കേട്. അങ്ങനെ വാചകത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ വാദം കെ മുരളീധരൻ ഉന്നയിച്ചു. പാദസേവ എന്ന സ്റ്റേറ്റ്മെന്റ് വന്നു. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് എന്താ മറുപടി കേൾക്കൂ. ആ മറുപടി നമ്മളിൽ പലർക്കും മനസ്സിലാകുമെന്ന് നടിച്ചിട്ടും നമ്മളത് പറയില്ല. ആ മറുപടിയാണ് പുരുഷാധിപത്യം എങ്ങനെയാണ് രാഷ്ട്രീയാധികാരത്തിന്റെ ഘടനകളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭർത്താവിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഒരു വനിത പറയാൻ പാടില്ലെന്ന ഒരു ബോധ്യമാണ് ഇക്കൂട്ടരെ കൊണ്ട് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ശബരിനാഥന്റെ ഭാര്യയാണ് എന്നുള്ള നിലയ്ക്കല്ല ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. ആയിക്കോട്ടെ, നമ്മളിപ്പോ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് പൊതുമണ്ഡലത്തിൽ പൊതുസമൂഹത്തിൽ ഈ വിഷയം ഒരു ചർച്ചയായി. അതെന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു? അപ്പൊ നമ്മൾ അതിനകത്ത് ഒരു പ്രൊഫഷണൽ എത്തിക്സിന്റെ പ്രശ്നമില്ലേ എന്നുള്ള വിഷയം കൂടെ ഉണ്ട്. സൈബർ ബുള്ളിങ്ങിനൊന്നും ആരും അംഗീകരിക്കുന്നില്ല. പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുന്നു. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മളിവിടെ ഒരു അഭിപ്രായം അങ്ങോട്ട് പറയുമ്പോൾ ഉടനെ അത് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായമാണ്, അല്ലെ ബി ജെ പിയുടെ അഭിപ്രായമാണ് പറയുന്നത്. നമ്മളെ സംസാരിക്കാൻ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രതികരണം. അഭിപ്രായമോ അത് നിങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ നമ്മളെ എന്തിനും എന്താണ് സ്മൃതി ഒരു സംശയം? ഞാൻ സ്മൃതി പറഞ്ഞതോ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതോ യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായമാണെന്നാണോ തുടങ്ങിയത് യൂത്ത് കോൺഗ്രസ് ആണ്. ഈ അതിര് നിശ്ചയിക്കുന്നത് എന്താണ്? ഏതാണ് അതിര് നിശ്ചയിക്കുന്നത്? കേൾക്കൂ, ഈ വിഷയത്തിൽ അതിരെന്ന് പറയുന്നത് ആര് നിശ്ചയിക്കുന്നതാണ്? സിവിൽ സർവീസിന്റെ കാര്യത്തിൽ അത് നിശ്ചയിക്കുന്നത് സിവിൽ സർവീസ് റൂൾസ് ആണ്. ആ സിവിൽ സർവീസ് റൂൾസ് ഞാൻ 1, 2, 3 എണ്ണി വായിച്ചു. അതിൽ ആർക്കും എതിരെ അഭിപ്രായമില്ലല്ലോ. അപ്പോൾ അതിരതല്ല. പിന്നെ നിശ്ചയിച്ച അതിരാ. ഈ വിവാദം ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു നേതാവാണ്. അതിനുശേഷം കെ മുരളീധരൻ ഏറ്റുപിടിച്ചു. അതിനുശേഷം ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയുന്നു. സൈബർ ബുള്ളിംഗ് ആണ് പിന്നെ നടക്കുന്നത് മുഴുവൻ.
സൈബർ ബുള്ളിംഗ് ആണ്, ഒരുപാട് സൈബർ ബുള്ളിംഗ്. അതാണ് ഞാൻ പറഞ്ഞത് നിലവാരത്തിലുള്ള വിയോജിപ്പെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് സ്മൃതി പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ നിലവാരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് തോന്നിയാൽ അത് ഞാൻ ഉത്തരവാദിയാണ്. ഇവിടെ പറയുമ്പോൾ ഉടനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ചേർത്ത് നോക്കൂ സ്മൃതി, നിങ്ങൾ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയമാണ്. ആ രാഷ്ട്രീയ വിഷയത്തിൽ ഇതിന്റെ ലോജിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ചിന്തയിൽ നിന്നാണ് ഉദിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ആർഗ്യുമെന്റ് ആണ് സ്മൃതിയുടേതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് സ്മൃതിയാണ് പറയുന്നത്. അങ്ങനെ ആക്ഷേപിക്കരുത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പതിവായിട്ട് പറഞ്ഞാൽ ഞാൻ ഓരോന്നായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. സമയമില്ല. ഇടവേളയ്ക്ക് പോയി തിരിച്ചു വരാം. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. അതിര് വിട്ടോ പോസ്റ്റ് എന്നാണ് ചോദ്യം. ഞാൻ പറയുന്നത് അത്രയധികം അതിൽ വിട്ടിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. രണ്ടിന് സാധ്യതയുണ്ട്. ഇത് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, അതിൻ്റെ ബേസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വതന്ത്രമായും അഭിപ്രായം പറയാൻ സാധ്യതയിട്ടുള്ള കേരളത്തിലെ ഒരു പൗര എന്നുള്ള നിലയ്ക്ക് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അവരുടേതായ അഭിപ്രായം പറയാം. 3 വർഷമായി അവരുടെ മുകളിൽ സംവിധാനത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടുന്ന് രാജിവെച്ച് പോകുന്ന സമയത്ത്, അദ്ദേഹം അവിടുന്ന് മാറുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെക്കുറിച്ച് എന്താണോ അഭിപ്രായമുള്ള കാര്യം അത് അവർക്ക് പറയാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് ഒരു സർവീസ് ചട്ടം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ സെൻഡ് ഓഫ് കൊടുത്ത് വിരമിച്ച് പോകുന്ന ഉദ്യോഗസ്ഥന്മാരെ വിടാറുണ്ടല്ലോ. ആ സമയത്ത് അവരെക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? കൊല്ല കാര്യങ്ങൾ പറയും. ഇദ്ദേഹം നല്ല മനുഷ്യരായിരുന്നു, ഇദ്ദേഹം ഈ സംസ്ഥാനത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയാറുണ്ട്. ആ പറയുന്ന കാര്യങ്ങളിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ പറയുന്ന സംവിധാനം തിരിച്ചു വരില്ല എന്നുള്ളൊരു നിലയുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നത് തെറ്റില്ല എന്നുള്ളതാണ്. ഈ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തിൽ ഇത്രയും ഒരു രീതിയിലുള്ള എന്താ പറയുക പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല, ഒരു രീതിയിലുള്ള അദ്ദേഹത്തിന് ഒരു അഴിമതി ആരോപണം വന്നിട്ടില്ല, അദ്ദേഹം ചെയ്ത വർക്കിനെ കുറിച്ചൊരു മോശം പറഞ്ഞിട്ടില്ല, നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് ദിവ്യ ഐസർ പറഞ്ഞുള്ളതല്ല, കേരളത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത് പോലെ തന്നെ ദിവ്യ ഐസർക്കും പറയാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എന്താണ്, അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കേൾക്കുന്ന കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പുകഴ്ത്തി പറയുന്നു, അദ്ദേഹം CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി പോകുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്, അവരെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചുള്ള, ഞാൻ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് പറയാണ്, അവരെ സംബന്ധിച്ചുള്ള എന്താണ്, ദിവ്യ എസ് അയ്യരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എന്താണ് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടിയായിരുന്നു, കോൺഗ്രസിൻ്റെ ഒരു MLA ആയിരുന്നു, നേതാവ് തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാര്യ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം എന്താണ് ഇവിടെ പിന്നെ AICC-ൻ്റെ സമ്മേളനം നടത്തിയല്ലോ, AICC-ൻ്റെ സമ്മേളനം നടത്തിയ സമയത്ത് അവിടെ എടുത്ത പ്രമേയം എന്ന് പറയുന്നത് ഒരു സഹോദരൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും ഒരു സഹോദരൻ BJP പ്രവർത്തിക്കുകയും ഒരു സഹോദരൻ CPM പ്രവർത്തിക്കുന്ന നിലപാട് പാടില്ല, ഒരു കുടുംബത്തിലെ അങ്ങനെ ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഉണ്ടാകുന്ന നിലപാട് സ്വീകരിച്ചു വരുന്ന ഒരു പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദിവ്യ ഐസർ അങ്ങനെ പറഞ്ഞു തന്നതിനനുസരിച്ചിട്ട് ദിവ്യ ഐസർ നല്ല ആളാണ് എന്നുള്ള നിലയ്ക്ക് എടുത്തോണം നിലപാട് സ്വീകരിച്ചോണം എന്നുള്ളത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ് പറഞ്ഞു തന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ പിന്നെ എന്താണ് രാധാകൃഷ്ണൻ മിനിസ്റ്ററെ പോയി ആലിംഗനം ചെയ്ത സമയത്തും അവരത് തന്നെ ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം എന്താ, അതിൻ്റെ ഒരു CPM-ൻ്റെ കേരളത്തിൻ്റെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു സംവിധാനം എടുത്ത് പോകേണ്ടതെന്നാണ് കോൺഗ്രസ് നിലപാടിച്ചത്. പക്ഷേ കേരളത്തിലെ പൊതുജനസമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ളതിൽ ധാർമ്മികതയുടെ പ്രശ്നം ആലോചിക്കുന്നവർക്ക് ധാർമ്മികത പ്രശ്നം ആലോചിക്കാം. കാരണം എന്താണ്, ഇങ്ങനെ ഒരു IAS പോസ്റ്റിലിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, കാരണം അതിന് കുറേ കാര്യങ്ങളുണ്ട്. കാരണം എന്താണ്, 2015 ഇവർ പിന്നെ വരുന്നത്, അത് സംബന്ധിച്ചുള്ള എല്ലാ പോസ്റ്റിലും കൊടുത്തത് ഇടതുപക്ഷ സർക്കാരാണ്. അവർ ഈ പറഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഒരു മന്ത്രിസഭയുടെ കീഴിൽ വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ വർക്ക് ചെയ്ത സമയത്ത് വന്നിട്ടില്ല. അവരെ സംബന്ധിച്ചോടെ അവരുടെ മുന്നിൽ എന്താണ്, അങ്ങനെ ഒരു സംവിധാനം കണ്ടിട്ടില്ല, അവരെന്താണ് ചെയ്തതെന്ന് അവരറിഞ്ഞില്ല. അവരാകെ കണ്ടതും ചെയ്തതും എല്ലാം ഈ LDF സർക്കാരാണ്, പിണറായി സർക്കാരിൻ്റെ കീഴിലാണ് അവർ വർക്ക് ചെയ്തത്. അപ്പോൾ അവരുടെ സംവിധാനത്തെ പുകഴ്ത്തി പറയുന്നതിനെക്കുറിച്ച് അത് അവരുടെ മനോനിലയാണ്. ഈ ദിവ്യ ഐസർ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ച് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവരൊറ്റയടിക്ക് പറയണം, എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമില്ല എന്നുള്ളത്. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതവരെന്താണ് ഇപ്പോൾ ഇരിക്കുന്നത്, ഞാനൊരു IAS അല്ലല്ല, ഒരു മിനിറ്റ്, അങ്ങനെ അതുകൊണ്ടല്ല അവരിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളെ സേവിക്കുന്ന, കേരളത്തിൻ്റെ ജനങ്ങളുടെ ശമ്പളം മേടിച്ച് പിൻപറ്റി നിൽക്കുന്ന ഒരു പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണ്. അവരത് പറയണം. കാരണം എന്താണ്, ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്, ഒരു മിനിറ്റ്, അങ്ങനെയല്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കൊടുത്തുകൊണ്ട് ആ പോസ്റ്റിൽ നിന്ന് ശമ്പളം മേടിക്കുന്നതിന് അർത്ഥമുണ്ട് ഞാൻ കാരണം എന്ത് വിശ്വസിക്കും. അരുൺ സാറേ, ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, അതിനകത്ത് 2 കാര്യങ്ങൾ. ഞാൻ അവർ ചെയ്ത കാര്യത്തെ ഞാൻ മോശമായിട്ട് കണ്ടിട്ടില്ല, ഞാൻ കാണാതെ തന്നെയാണ് അവർ ഇപ്പോൾ ചെയ്ത കാര്യം മോശം
മോശമാണെന്ന് പറയാതെയാണ് ഞാൻ പറയുന്നത്. എന്താണ് അവരങ്ങനെ ചെയ്ത് എന്നാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് 3.5 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിൽ CPM-കാരനോ കോൺഗ്രസ്സുകാരനോ ലീഗുകാരനോ BJP-കാരനോ ആയിട്ടുണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. 1% പോലും ഒരാൾ മുന്നിൽ പോയി നിന്നാൽ ഉദ്യോഗസ്ഥൻ നീ കോൺഗ്രസ്സുകാരനാണോ നീ CPM-കാരനാണോ എന്ന് നോക്കിയിട്ട് ഒരു കാര്യം ചെയ്തു കൊടുക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഹിൻഡ് പോലും കൊടുക്കരുത്. ഇറങ്ങുന്ന സമയത്ത് അവർക്ക് പറയാം എന്താ ഞാൻ രാജിവെക്കുകയാണ്. അങ്ങനെ എത്രയോ നേതാക്കന്മാർ എത്രയോ IAS ഉദ്യോഗസ്ഥർ അണ്ണാമലൈ നമ്മൾ കാരണം BJP-ൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടില്ലേ പൊളിറ്റിക്സ് എന്ത് അദ്ദേഹം SP ആയിരുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി രാജിവെച്ച് വന്നിട്ടാണ് അദ്ദേഹം നേരെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെ എനിക്ക് എൻ്റെ അറിവിലില്ല അദ്ദേഹം ഒരു ഹിൻഡ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് മറുപടി ഇങ്ങനെ ഇത്രയും അധികം വിശാലമായി പറയുന്ന സമയത്ത് വിശാലമായി തന്നെ ആൻസർ പറയാൻ തയ്യാറാണോ? ഇതാ പൊളിറ്റിക്സിലേക്ക് ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞോളൂ. പൊളിറ്റിക്സിലാണ് അതിന് ഇനി വരുന്ന കാലത്ത് പിന്നെ നമ്മുടെ സുധാകരനോട് പിന്നെ ഇവർ ചോദിച്ചല്ലോ പത്രപ്രവർത്തകർ ചോദിച്ചല്ലോ BJP-യിൽ ഇപ്പോൾ അത് വരുന്ന സമയത്ത് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്. നമ്മളവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടില്ലേ സുധാകരൻ BJP-യിലേക്ക് പോകുമ്പോൾ ഞാൻ BJP-യിലേക്ക് പോകരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ജനങ്ങളുടെ മനസ്സിലോ. അപ്പം ഇനി അത് ചിന്തിക്കുന്നവർക്ക് എന്താ ഇനി ഇവിടുന്ന് ശബരിനാഥൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാവാണ് ഇവർക്ക് പൊളിറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നാൽ എനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്നത് തെറ്റുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല കേരളത്തിലെ ജനങ്ങൾക്ക്. അങ്ങനെ ചിന്തിച്ച് പോയാൽ എന്ത് പറയാൻ പറ്റും? അങ്ങനെ ചിന്തിക്കുന്നവർക്കും അതിൻ്റെ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന സൈബർ ബുള്ളിങ്ങിൻ്റെ ഭാഗമല്ല കമൻറ്റിൻ്റെ അടിയിൽ ഒന്ന് എഴുതാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ദിവ്യ ഈശ്വർ IAS അവരുടെ മുന്നിലുള്ള ഒരു ചിന്തയാണ് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണ്ട എന്നുള്ളത്. പക്ഷെ കുറച്ചും കൂടെ ഇപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ ദിവ്യ IAS ഈ KK രാഗേഷിനെ പുകഴ്ത്തി പറഞ്ഞില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇല്ലാതാവുമോ? ഒരിക്കലുമില്ല. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ പറഞ്ഞത് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും നല്ല പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ഒരു പേര് ദോഷം ഉണ്ടാക്കിയിട്ടില്ല. നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പോൾ എന്നോട് ഒരാൾ രാവിലെ പറയായിരുന്നു എന്താണെന്നറിയോ രാവിലെ 9 മണിക്ക് വന്ന് രാത്രി 11 മണി വരെ 11:30 വരെയൊക്കെ ഇരുന്ന് ഫയലുകൾ മാത്രം നോക്കി ഒരു ഫയൽ പോലും നിൽക്കാതിരിക്കാൻ അത്രയധികം. അതുകൊണ്ടാണ് ചിലപ്പോൾ അത് ദിവ്യസർ കഴിഞ്ഞ 3 വർഷമായി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ ആ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു കവചം തീർത്ത് ചെയ്യുകയാണെന്ന്. കാരണം മുഖ്യമന്ത്രിയല്ല ഈ ഫയലുകൾ മുഴുവൻ നോക്കുന്നത്. നമുക്കറിയാലോ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വരുന്ന ഫയലുകൾ മുഴുവൻ മുഖ്യമന്ത്രിയാണ് നോക്കുന്നത്. അല്ല അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ ഒക്കെ തന്നെയാണ് നോക്കുന്നത്. അവർ ആ കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ച ഏതെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ നമ്മൾ തന്നെ ഇവിടെ ചർച്ച ചെയ്യാറുണ്ടല്ലോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ പ്രൈവറ്റ് സെക്രട്ടറിക്കോ ഒരു വീഴ്ച പറ്റിയാൽ നമ്മളെന്താ പറയുക വലിയ രീതിയിലുള്ള വീഴ്ചയാണ്. അത് വന്ന വീഴ്ച എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കല്ല പ്രൈവറ്റ് സെക്രട്ടറിക്കല്ല വീഴ്ച പറ്റുന്നത് അത് മുഖ്യമന്ത്രിക്കാണ്. നമ്മൾ ശിവശങ്കറിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞ എന്താണ് ശിവശങ്കറിന് വന്ന വീഴ്ച എന്ന് പറയാൻ മുഖ്യമന്ത്രിയാണ് നമ്മൾ കുറ്റപ്പെടുത്തിയത്. അതേപോലെയുള്ള രീതിയിലുള്ള കഴിഞ്ഞ 3 വർഷമായി വൃത്തിയായി ചെയ്തു. പക്ഷേ അത് ആ ലെവലിൽ അത് ജനങ്ങളോട് വിളിച്ച് പറയണോ ഒരു IAS ഉദ്യോഗസ്ഥ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പം ഇത് കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഇതിങ്ങനെ പറയണോ പറയേണ്ട എന്നുള്ളത്. ഉണ്ണിസാർ പറയുന്നതിൻ്റെ അകത്തും ലോജിക്കുണ്ട്, അരുൺ സാർ പറയുന്നതിന് ലോജിക്കുണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അത് തെറ്റില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഞാനത് മനസ്സിൽ വെച്ചിട്ടാണ് വന്നത്. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരും ആർഗ്യുമെൻറ്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യത്തിൻ്റെ അകത്ത് ഔചിത്യത്തോടു കൂടി പെരുമാറണം. ഇങ്ങനെ ഒരു ധാർമ്മികത എടുത്ത് വെച്ച് പറയണമെങ്കിൽ അല്ലല്ല അങ്ങനെയല്ല ഔചിത്യമല്ല ധാർമ്മികത എടുത്ത് പറയണമെങ്കിൽ അങ്ങനെ കാണുന്നവർക്ക് ചിന്തിക്കാം. ഇനി സർവീസ് ചട്ടം വെച്ച് സംസാരിക്കുകയാണെങ്കിൽ സർവീസ് ചട്ടം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ സർവീസ് ചട്ടം അനുസരിച്ച് ഉള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ സർവീസ് ചട്ടത്തിന്റെ വയലേഷൻ ആണെങ്കിൽ ഇതിനകം തന്നെ ഒരു മെമ്മോ ദിവ്യസേർക്ക് വന്നേനെ. നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ അത് പോകുന്നതിന് അധികം ബുദ്ധിമുട്ടൊന്നുമുള്ള സമയമല്ലല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഫേവറിറ്റിസം കാണിച്ചു എന്നതാണല്ലോ ഇനിയിപ്പോൾ അടുത്ത ആരോപണമായിട്ട് വരാൻ സാധ്യതയുള്ളത്. അതെ, കേന്ദ്രത്തിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഇടത് സർക്കാരിനെ ഫേവറിറ്റിസം കാണിക്കുന്ന ഒരു IAS-കാരി എന്ന നിലയിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ പേപ്പർ വരേണ്ടതാണല്ലോ. എന്തായാലും അങ്ങനെയുള്ള ഇമെയിലൊന്നും ഇതുവരെ ദിവ്യസേർക്ക് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം സർവീസ് ചട്ട ലംഘനമാണെന്നുണ്ടെങ്കിൽ ഇത്രയും വിവാദമായ ഒരു സംഭവത്തിൽ ഇന്നലെയാണല്ലോ അവരുടെ പോസ്റ്റ് വരുന്നത്, ഇന്ന് അത് ചർച്ചയാകുന്നു. അപ്പോൾ ഇതിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകേണ്ടതാണ്. കേന്ദ്രത്തിൽ നിന്നാണല്ലോ IAS-കാർ വരുന്നത്. കേന്ദ്ര സർവീസ് അത് വിട് ഇവിടുത്തെ വിഷയമാണല്ലോ. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ലത് ചെയ്താൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് നല്ലതാണെന്ന് പറയണം. അതിന് BJP ആണ് കോൺഗ്രസ് ആണ് എന്ന് കരുതി അത് ചെയ്തത് നല്ലതല്ലാതാകുന്നില്ല. പ്രവൃത്തിയാണ് അഭിനന്ദിക്കേണ്ടത്, അല്ലാതെ വ്യക്തിയെ നോക്കിയിട്ടോ അല്ലെങ്കിൽ വ്യക്തിയുടെ രാഷ്ട്രീയം നോക്കിയിട്ടോ ഉള്ളതല്ല എന്നതാണ് എന്റെ വ്യക്തിപരമായ. അത് അമിത്ഷാ നല്ലത് ചെയ്താലും
ചെയ്താലും പിണറായി വിജയൻ നല്ലത് ചെയ്താലും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം. അവർക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് സർവീസ് ചട്ടത്തിന്റെ ലംഘനമായി അത് മാറുന്നത് എപ്പോഴാണ്? ഇവിടെ ഈ രാകേഷ് ഒരു സർക്കാർ സർവീസിന്റെ ഭാഗമായി ഇരുന്ന് ആ സർക്കാർ സർവീസിൽ നിന്നും പോകുമ്പോഴാണ്. പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് സർക്കാർ സർവീസിന്റെ ഭാഗമായി തന്നെ കരുതുന്ന ഒരു പോസ്റ്റാണല്ലോ, അല്ലാതെ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റ് ആണതെന്ന് ഞാൻ കരുതുന്നില്ല. പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ്, അല്ലെങ്കിൽ അരുൺ സാറ് തെറ്റാണെങ്കിൽ തിരുത്താം, പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? ആ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് 3 വർഷക്കാലം തന്റെ മേലുദ്യോഗസ്ഥനായി ജോലി ചെയ്ത ആളെക്കുറിച്ച് അവരെഴുതിയതിന് അവരെ വലിയ രീതിയിൽ ഇങ്ങനെ ബുള്ളി ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി ചട്ടലംഘനമാണ് എന്നുണ്ടെങ്കിൽ പേഴ്സണൽ മന്ത്രാലയം അക്കാര്യത്തിൽ നടപടിയെടുക്കട്ടെ. 5A അനുസരിച്ച് എന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് എടുക്കേണ്ടത് പേഴ്സണൽ മന്ത്രാലയമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ അതിനുള്ള സ്കോപ്പ് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാത്ത പക്ഷം അവർക്ക് ഒരു മെമ്മോ എങ്കിലും ഈ ഘട്ടത്തിൽ വരേണ്ടതാണ്. പ്രത്യേകിച്ചും ഇടത് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞ ഒരു കാര്യം എന്ന നിലയിൽ പൊളിറ്റിക്കലി വേണമെങ്കിലും അവർക്കത് ചെയ്യാവുന്നതാണ്. പക്ഷേ അതും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലാകാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? കോൺഗ്രസ്സുകാരെല്ലാം രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെയാണ് കാണുക. ഇപ്പോൾ പിണറായി വിജയൻ KS ശബരിനാഥൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ, അതായത് മുഖ്യമന്ത്രിയെ വിമാനത്തിൽ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകൂടിയാണ് KS ശബരിനാഥൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രമാത്രം വെഞ്ചൻസോടെ ഈ ദിവ്യ എസ് അയ്യരോട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇടത് സർക്കാരും പെരുമാറണം? ആ വെഞ്ചൻസ് കാട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെ വലിയ രീതിയിൽ അങ്ങ് ആകുലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ദിവ്യ എസ് അയ്യർ എത്രത്തോളം കേപ്പബിൾ ആണ്? അവർ പഠിച്ചു വന്ന കാലം മുതൽ അവർ ആ കേപ്പബിലിറ്റി പ്രൂവ് ചെയ്തു വന്ന ആളാണ്. സെന്റ് തോമസ് സ്കൂളിൽ ആണ് അവർ പഠിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തിരുവനന്തപുരത്തെ. അപ്പോൾ അവിടുത്തെ സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂൾ മുതൽ അവരുടെ ഇങ്ങോട്ടുള്ള വിദ്യാഭ്യാസ കാലത്ത് അവർ വളരെ മിടുക്കിയായിട്ടുള്ള ഒരാളായിരുന്നു. അത് മുതൽ അവർ ഇങ്ങോട്ട് അവരുടെ കരിയറിലായാലും അവർ ആ മിടുക്ക് കാണിച്ചു തന്നെയാണ് വന്നിട്ടുള്ളത്. അല്ലാതെ അവർക്ക് ആരുടെയും പാദസേവ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ പാദസേവകർ കൂടുതലുള്ള ഒരു പാർട്ടിക്ക് ആ പാദസേവയെക്കുറിച്ച് പറയാൻ തോന്നും. ദിവ്യ എസ്സറിന്റെ കാര്യത്തിൽ അവർക്ക് പാദസേവ ചെയ്യേണ്ട കാര്യമില്ല. അവരവരുടെ മെറിറ്റിൽ നിൽക്കുന്ന ഒരാളാണ്. ആ മെറിറ്റ് കൊണ്ടാണ് അവരുടെ പങ്കാളിയുടെ രാഷ്ട്രീയം പോലും അവരുടെ ആ ഉയർച്ചയെ ബാധിക്കാതെ നിൽക്കുന്നത്. അല്ലാതെ അവർ ഏതെങ്കിലും തരത്തിൽ പാദസേവ ചെയ്ത് നേടിയെടുത്തതാണ് ഈ സ്ഥാനങ്ങൾ എന്നുള്ള ആ വാദഗതിയോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ആ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വിഡ്ഢികളാണെന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. ഇനി പ്രാപ്തിയുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയെ എലവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു, അവർക്ക് നല്ല റോൾസ് കൊടുക്കുന്നു. ഈ മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം നടക്കുമ്പോൾ ദിവ്യ കളക്ടറാണ്. വേണമെന്നുണ്ടെങ്കിൽ അവരെ സെക്രട്ടേറിയറ്റിൽ ഏതെങ്കിലും ഒരു മൂലയെ കൊണ്ടുപോയി ഒതുക്കിയിടാൻ പിണറായി വിജയന് നിഷ്പ്രയാസം സാധിക്കും. ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു പോസ്റ്റ് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊന്നും ചെയ്യാതെ അവർക്ക് കൃത്യമായി വിഴിഞ്ഞമെന്ന് പറയുന്നത് ഒരു സ്വപ്ന പദ്ധതിയാണ്, അതിലേക്കാണ് അവരെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യുന്നത്. അവരുടെ മെറിറ്റ് കണ്ടിട്ട് തന്നെയാണ്. അതിനുടനെ അവർ പുകഴ്ത്തുന്നതാണ്, അവർ പാദസേവ ചെയ്യുന്ന ആളാണ് എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത് ആ സ്ത്രീയുടെ മെറിറ്റിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിരീക്ഷണമാണ്. ഇനി KK രാഗേഷിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ KK രാഗേഷിന്റെ ഭാര്യയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇവർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് പ്രിയയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ്. അതുകൂടി സമയം കിട്ടുവാണെങ്കിൽ എടുത്ത് നോക്കണം. അവരിട്ടിരിക്കുന്നത് രാത്രി ഈ ആൻഡ്രോ സാർ പറഞ്ഞതുപോലെ ഇത്രയും മണിക്കൂറുകൾ നീളുന്ന ഈ ജോലി സമയം, ഏറ്റവും കൂടുതൽ സമയം ഓഫീസിലാണ് ചെലവഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പുറത്തുള്ള സൗഹൃദങ്ങളെക്കാൾ കൂടുതൽ സൗഹൃദം ആ ജോലി സ്ഥലത്താണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ തൻ്റെ മുന്നിൽ വന്ന് കണ്ട നല്ല സൗഹൃദമുള്ള, നല്ല രീതിയിൽ ആ സേവനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുഖ്യമന്ത്രി എന്തെല്ലാം വിവാദങ്ങളിലൂടെ കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ കടന്നുപോയിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കടന്നുപോയിട്ടുണ്ട്. അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡായി KK രാഗേഷിനെ ദിവ്യയ്ക്ക് ഫീൽ ചെയ്തെങ്കിൽ അത് ദിവ്യയുടെ സ്വന്തം വിവേചന അധികാരമാണ്. അതിലേക്ക് കൈകടത്താൻ, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പോയി കൈകടത്താൻ ആർക്കും അധികാരമില്ല എന്നതാണ് എൻ്റെ ടേക്ക്. സമയം കുറവായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ ദിവ്യയെ ബുള്ളി ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, അവർക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അവരെ പാദസേവകർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാദസേവ ചെയ്യുന്ന ആളുകളായിരിക്കും. അതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിയാൽ അതിരുവിട്ട പോസ്റ്റോ എന്നാണ് ചോദ്യം. 2 പേർ അതിരുവിട്ട പോസ്റ്റ് എന്ന് പറയുന്നു, 3 പേർ അതിരുവിട്ടിട്ടില്ല പോസ്റ്റ് എന്ന് പറയുന്നു. Meet the editor.